ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് തെരുവ് നായ്ക്കളെ കുറിച്ചാട്ടോ. തെരുവ് നായ്ക്കളെ കുറിച്ച് സുപ്രീം കോടതി വിധി വന്നു. അതായത് തെരുവ് നായ്ക്കളെയൊക്കെ വഴിയോരങ്ങളിൽ നിന്ന് മാറ്റണം, നാൽക്കാലികളൊന്നും വഴിയിൽ കാണാൻ പാടില്ല, അവയ്ക്ക് വേണ്ട ഷെൽട്ടർ കൊടുക്കണം, അവയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കോടതി മാന്യമായ രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കേട്ടിട്ട് കുറേ നെഗറ്റീവ് കമൻസ് കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്തമാരെ വന്നിട്ട് പറയുക, മേനകാന്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോട്ടെ, മൃഗസ്നേഹികൾ ഇപ്പോൾ എല്ലാം കൂടി കുറച്ച് വരും, ചാടി വരും, ഓടി വരും, അവറ്റകളുടെ വീട്ടിൽ കൊണ്ടുപോട്ടെ, എല്ലാത്തിനെയും ശല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻറ്റ് കണ്ടിട്ടോ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവർ ഇപ്പോൾ കോടതി തന്നെ ചെയ്ത് നല്ല കാര്യമല്ലേ പറഞ്ഞത്? അല്ലാണ്ട് നമ്മൾ അത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെയല്ലേ എടുക്കേണ്ടത്. നെഗറ്റീവ് മൈൻഡ് പറയുന്ന ആൾക്കാർ പിശാചുക്കളാണ് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് എവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റും, എവിടെ തല്ലുകൊടുത്തുണ്ടാക്കാൻ പറ്റും, എവിടെ ഇങ്ങനെ നമുക്ക് ഈ രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടക്കുന്ന ചോര കുടിക്കാൻ പറ്റും എന്നുള്ള മൈൻഡിൽ നടക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ സൃഷ്ടിയുടെ അവതാരങ്ങളാണ്. ഈ പട്ടി, പൂച്ച, ആട്, എരുമ, പോത്ത്, ഏഴ് ജന്തുക്കളെല്ലാം സൃഷ്ടിയാണ് കർത്താവ്, ദൈവമാണ്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, മോസ്കിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട്? സൃഷ്ടികളെ പരിപാലിക്കാത്ത ഒരാൾ ദൈവത്തിൽ പോയിട്ട് ദൈവമേ കാത്തോളണേ എന്ന് പറഞ്ഞാൽ കാക്കുമോ? ദൈവം കാത്തുകൊള്ളുമോ? നിങ്ങളെ ഒരിക്കലും കാക്കില്ല. പള്ളിയിൽ പോണ വഴിക്ക് പട്ടീനെ കണ്ടാൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ മടിയെടുത്ത് അടിക്കും. എന്നിട്ട് പോയി ദൈവമേ എനിക്ക് എന്നെ കാത്തോളണേ, എൻ്റെ കുടുംബം കാത്തോളണേ എന്ന് പറഞ്ഞാൽ കാക്കുമോ? സൃഷ്ടിനെ ഉപദ്രവിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. അല്ലാണ്ട് അത് പിശാചിനുണ്ടായി അല്ലെങ്കിൽ മനുഷ്യർക്കുണ്ടായി, മൃഗസ്നേഹികൾക്കുണ്ടായ ജന്മമൊന്നുമല്ല പട്ടികളും പൂച്ചകളും. അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. അപ്പോൾ അവറ്റകളെ സംരക്ഷിക്കാതെ അവറ്റകളെ ദൈവത്തിനായിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല. ദൈവം കേൾക്കില്ല. വിശ്വാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശരിയാണെങ്കിൽ മാത്രമേ ദൈവത്തിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ല 4 നേരം 5 നേരം നിസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. മനസ്സ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലൊന്നും പോകണ്ട, നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാവും ദൈവം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം കാൽക്കുലേഷൻ ചെയ്യുന്നത്, നമുക്ക് എന്ത് നന്മ വരുത്തണം എന്നുള്ളത്. മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ മൃഗസ്നേഹികൾ ഇപ്പോൾ കുറച്ച് വരും, ചാടി വരും. എന്തിന്